So today I'm going to start with my classes. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മെയിനായിട്ട് ഇപ്പം ലോയിലാണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. ലോയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനീസ് ആക്ട് 2013 ആണ് ഞാനിപ്പോൾ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അത് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് CA സിലബസ് ലോ പേപ്പർ. അത് നമുക്ക് CA ഫൗണ്ടേഷനിൽ പഠിക്കാനുണ്ട്, CA ഇന്റർമീഡിയറ്റിൽ പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ CA ഫൈനലിൽ നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. CA ഫൗണ്ടേഷനിൽ നമുക്ക് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ജസ്റ്റ് ഒന്ന് ടൈപ്സ് ഓഫ് കമ്പനി, എന്താണ് കമ്പനി എന്നുള്ള കുറച്ച് പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ് CA ഫൗണ്ടേഷനിൽ കവർ ചെയ്യുന്നത് ഒരു ചാപ്റ്റർ. അവിടെ മാത്രമല്ല അത്ര വെയിറ്റേജും ഇല്ല CA ഫൗണ്ടേഷനിൽ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു CA ഇന്റർമീഡിയറ്റ്, nearly half of the sections of the Companies Act 2013 are covered. അവിടെ നിയർലി എന്താ പറയുക 470 സെക്ഷൻസ് ആണ് ടോട്ടൽ കമ്പനീസ് ആക്ടിൽ ഉള്ളത്. അതിലൊരു 148 സെക്ഷൻസ് നമുക്ക് ഇന്റർമീഡിയറ്റിലുണ്ട്. പിന്നെ ബാക്കിയുള്ളത് മൊത്തം നമുക്ക് CA ഫൈനലിലും പഠിക്കാനുണ്ട്. സോ കമ്പനീസ് ആക്ട് 2013 ഒരു CA സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ട് തന്നെയാണ്. ആ ആക്ടാണ് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് CA ഇന്റർമീഡിയറ്റിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. കുറച്ച് പ്രിലിമിനറി ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദിസ് ക്ലാസ്സസ് ഇസ് ആപ്ലിക്കബിൾ ബോത്ത് ഫോർ CA ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആൻഡ് CA ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസ്. രണ്ട് ഗ്രൂപ്പിലുള്ള രണ്ട് സ്റ്റേജിലുള്ള ആൾക്കാർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ്സസ്. ഒരു 2-3 ക്ലാസ്സസിനുള്ളിൽ ഫസ്റ്റ് യൂണിറ്റ് തീരും. ബിക്കോസ് നമുക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ CA ഫൗണ്ടേഷനിൽ ഒരു ചാപ്റ്റർ ആണ് കമ്പനീസ് ആക്ടിലുള്ള കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ മാത്രമാണ്. സെയിം ചാപ്റ്റർ കോപ്പി പേസ്റ്റ് പോലെയാണ് CA ഇന്റർമീഡിയറ്റിൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് രണ്ടുപേർക്കും കവർ ആവും. CA ഫൗണ്ടേഷനിൽ ഒരു ചാപ്റ്റർ കഴിയും, CA ഇന്റർമീഡിയറ്റിൽ ഒരു യൂണിറ്റ് കഴിയും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എടുക്കാൻ പോകുന്നത്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ആക്ട് എന്ന് പറയുന്നത് ദി കമ്പനീസ് ആക്ട് 2013 ആണ്. ദി കമ്പനീസ് ആക്ട് 2013. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിതായപ്പം ഈ കമ്പനീസ് ആക്ടിന്റെ ഈ പേര് എഴുതുമ്പോൾ, ഈ ആക്ടിന്റെ പേര് എഴുതുമ്പോൾ എവ്രി വേർഡ് വിച്ച് ഐ സ്റ്റാർട്ടഡ് വാസ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ദ കമ്പനീസ് ആക്ട് 2013 എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റൽ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്മോൾ ലെറ്റർ ആയിട്ട് ദി കമ്പനീസ് ആക്ട് 2013 എഴുതാമായിരുന്നു. ബട്ട് ഞാൻ അങ്ങനെ ചെയ്യാത്തതിന്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ, ഈ ലോ എന്ന് പറയുന്നത്, ഈ ലോന്റെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിന് എന്താ പറയുക, നമ്മുടെ നോർമൽ കോഴ്സിലുള്ള ഇംഗ്ലീഷ് പോലത്തെ ഒരു ഇംഗ്ലീഷോ അല്ലെങ്കിൽ ആ ഒരു ഗ്രാമറോ ഒന്നുമല്ല ലോന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഓരോ വേർഡ്സിനും, ഓരോ ക്യാപിറ്റൽ ലെറ്ററിനും ഓരോ സ്മോൾ ലെറ്ററിനും ലോയിൽ അതിൻ്റെതായ മീനിങ് ഉണ്ട്. ഒരു ചെറിയ വേർഡിന് പോലും ലോയിൽ അത്രയ്ക്കും ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. സോ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആക്ട് ഞാനിപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ടും സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇൻ ദി ഐസ് ഓഫ് ലോ. ഈ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഫസ്റ്റ് എഴുതിയ ആക്ട് ക്യാപിറ്റൽ ലെറ്ററിലുള്ള ആക്ട്, ക്യാപിറ്റൽ ലെറ്ററിലുള്ള ആക്ട് ഡിനോട്ട് ചെയ്യുന്നത് ദ കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആക്ടിനെയാണ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അതിലൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ ഏതുണ്ടെന്ന് ആ ഒരു ആക്ടിനെയാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വേർ ആസ് സ്മോൾ ലെറ്ററിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ആക്ട്, ഇറ്റ് റെഫേഴ്സ് ടു ദി ആക്ഷൻ ഡൺ ബൈ എ പേഴ്സൺ. ഒരു ആക്ഷനെയാണ് ഈ ആക്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത്രയേ ഉള്ളൂ. ഓരോ വേർഡ്സിനും ഓരോ ക്യാപിറ്റൽ ലെറ്ററിനും ഓരോ സ്മോൾ ലെറ്ററിനും ലോയിൽ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ whenever you are writing the name of an act, please make sure that all the words start with capital letters. Okay, so Companies Act 2013. നമ്മുടെ ഈ പേപ്പറിന്റെ പേരെന്താ? ഇപ്പം ഫൗണ്ടേഷനിലാണെങ്കിൽ ബിസിനസ് ലോ, ഇന്റർമീഡിയറ്റിലാണെങ്കിൽ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ്. ലോ എന്നാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഈ പേപ്പറിൽ ലോ ആണ് പേര്. നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പനീസ് ആക്ട് 2013. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോ ആൻഡ് ആക്ട്? ലോ, ആക്ട് രണ്ടും സെയിം ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വാട്ട് ഡു യു തിങ്ക്? ലെറ്റ്സ് സേ ലോ ആൻഡ് ആക്ട്, ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആൻഡ് ബിഫോർ ഗോയിങ് ടു ദ ഡിഫറൻസ് ഓഫ് ആക്ട് ആൻഡ് ലോ, നമുക്ക് ആദ്യം ഒരു ആക്ട് എന്താണ്, എങ്ങനെയാണ് ഒരു ആക്ട് പാസ് ചെയ്യുന്നത് നോക്കാം. അത് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വന്നിട്ടുള്ളത്. നമ്മുടെ എന്താ പറയുക, LKG അല്ല, ഒരു 8th 9th ആ ഒരു സമയത്ത് നമ്മുടെ സ്കൂളിംഗ് മുതലേ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ആക്ട് എങ്ങനെയാണ് പാസ് ചെയ്തിട്ടുള്ളതെന്ന്. എല്ലാവർക്കും അറിയാം, ആക്ട് ഈസ് പാസ്ഡ് ഇൻ ദി പാർലമെന്റ്. ഒരു പാർലമെന്റിലാണ് ആക്ട് പാസ് ചെയ്യുന്നത് ഇൻ ഇന്ത്യ. അപ്പൊ ഈ പാർലമെന്റിൽ 2 ഹൗസസ് ഉണ്ട്, ലോക്സഭ, രാജ്യസഭ ആൻഡ് പ്ലസ് പ്രസിഡന്റും
കൂട്ടിയതാണ് നമ്മൾ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭ പ്ലസ് രാജ്യസഭ പ്ലസ് പ്രസിഡന്റ് ആണ് ഇന്ത്യൻ പാർലമെന്റ്. എങ്ങനെയാണ് ഒരു ആക്ട് പാർലമെന്റിൽ പാസ്സാവുക? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ കുറെ മിനിസ്ട്രീസ് ഉണ്ട്. ഓരോന്നിനും അതിൻ്റെതായ മിനിസ്ട്രി ഉണ്ട്. മിനിസ്ട്രി ഓഫ് റെയിൽവേ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. അതേപോലെ നമ്മുടെ ഈ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള അഫയേഴ്സും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അല്ലെങ്കിൽ MCA. ഇതിന്റെ ഇപ്പോഴത്തെ മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പം നിർമ്മല സീതാരാമൻ ജിയാണ്, എല്ലാവർക്കും അറിയാം. സോ MCA, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ഇതാണ് ഒരു കമ്പനീന്റെ അഫയേഴ്സും കമ്പനിക്ക് വേണ്ടുന്ന കാര്യങ്ങളുടെ ഒരു ഡീലിങ്സും ഒക്കെ ചെയ്യുന്നത് MCA ആണ്. സോ ഈ MCA ഇപ്പം ഞാൻ കമ്പനീസ് ആക്ടിന്റെ മെയിൻ ആയിട്ട് പറയാം. എല്ലാ ആക്ടും പാസ് ചെയ്യുന്നത് നോർമൽ ഇതാണ്. ആദ്യം അവർ ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യും. അതിന് ആ ഒരു മാറ്റർ ഏത് മിനിസ്ട്രീന്റെ അണ്ടറിലാണ് വരുന്നത് ആ മിനിസ്ട്രി ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യും. ആ ബില്ല് ആദ്യം ലോക്സഭയിൽ പ്രസന്റ് ചെയ്യും. ലോക്സഭയിൽ അത് പ്രസന്റ് ചെയ്തിട്ട് അവിടെയുള്ള MPസിന് അത് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞ് അത് ലോക്സഭയിൽ പാസ്സായാൽ then it will go to രാജ്യസഭ. once it is passed in the ലോക്സഭ it will go to രാജ്യസഭ. സപ്പോസ് അവർക്ക് അത് എന്താ പറയുക അക്സെപ്റ്റബിൾ ആയിട്ടില്ല, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ it will be sent back and after making such changes once again it will be presented in ലോക്സഭ. എന്നിട്ട് അത് പാസ്സായി കഴിഞ്ഞിട്ട് വീണ്ടും രാജ്യസഭയിലേക്ക് പോകും. എന്നിട്ട് രാജ്യസഭയിൽ പ്രസന്റ് ചെയ്യും. രാജ്യസഭയിൽ നിന്നും ആ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ it goes to the president of India. പ്രസിഡന്റിന്റെ അടുത്തേക്കാണ് പിന്നെ ബില്ല് പോവുക. and once the president signs the bill becomes an act. പ്രസിഡന്റ് സൈൻ ചെയ്യുമ്പോഴാണ് ഒരു ബില്ല് ആക്ട് ആയിട്ട് മാറുക. സോ ഇൻ ഷോർട്ട് ആക്ടിന്റെ ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ it is a particular piece of legislature which has been passed under the parliament. പാർലമെന്റിന് കീഴിൽ പാസ് ചെയ്യപ്പെടുന്ന ഒരു പീസ് ഓഫ് ലെജിസ്ലേച്ചറിനെയാണ് നമ്മൾ ആക്ട് എന്ന് പറയുന്നത്. ഈ ആക്ട് പാസ് ചെയ്യാൻ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒറ്റയടിക്കൊന്നും പാസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഈ ആക്ട്. അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, സോ ആ ഒരു ലോക്സഭ രാജ്യസഭയിലൊക്കെ പാസ് ചെയ്യാനും ഇതാക്കാനും ഒക്കെ നല്ല ടൈം എടുക്കും. ഇപ്പോൾ ഈ കമ്പനീസ് ആക്ട് ആണെങ്കിൽ കൂടി എത്രയോ വർഷങ്ങൾ എടുത്തിട്ടാണ് ആ കമ്പനീസ് ആക്ട് 2013 പാസ്സായിട്ടുള്ളത്. കേൾക്കുമ്പോൾ ഈസിയാണ് 2013 പാസ്സായി, ബട്ട് അത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ 2000 ബിഫോർ സോ മെനി ഇയേഴ്സ് അത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, സോ കമ്പനീസ് ആക്ട് 2013 ഞാൻ പറഞ്ഞു ആക്ട് പാസ്സാകുന്നത് ഇതാണ്. ആൻഡ് കമ്പനീസ് ആക്ട് 2013 നിയർലി 470 സെക്ഷൻസ് ഉണ്ട്. അതൊരു റൂൾ ബേസ്ഡ് ലെജിസ്ലേച്ചർ ആണ്. അതായത് കമ്പനീസ് ആക്ടിലെ ആക്ടിനേക്കാളും കൂടുതൽ റൂൾസ് ആണ് ഉള്ളത്. റൂൾസ് ആണ് കൂടുതൽ. സോ വാട്ട് ഇസ് റൂൾസ്? റൂൾസ് ആർ പാസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു ആക്ടിന് ബേസിസ് ആയിട്ട് ഈ ഒരു ആക്ടിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഫോം ചെയ്ത് വെച്ചതിനെയാണ് നമ്മൾ റൂൾസ് എന്ന് പറയുക. അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് പാസ് ചെയ്യുന്നത്, അവരാണ് അത് ഉണ്ടാക്കുന്നത്. സോ സെൻട്രൽ ഗവൺമെന്റ് നമ്മളോട് പറയുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക MCA ആണ്. എവിടെ കമ്പനീസ് ആക്ടിൽ ഏതൊരു സ്ഥലത്തും സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അത് MCA ആണ്. കാരണം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് ഈ കമ്പനി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ MCA അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് റൂൾസ് ഉണ്ടാക്കുക. അവർക്ക് എപ്പോൾ ചേഞ്ച് ചെയ്യണം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവർക്ക് എപ്പോൾ ഇൻസേർട്ട് ചെയ്യണം എന്ന് തോന്നുന്നു, ഒരു പുതിയ റൂൾ വേണം തോന്നുന്നു, അതിനനുസരിച്ചിട്ട് അവർക്ക് പാർലമെന്റിൽ പോകേണ്ട ആവശ്യമില്ല, ലോക്സഭ രാജ്യസഭയിൽ പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അവർക്ക് ഒറ്റയടിക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ റൂൾസ് എന്ന് പറയുന്നത്. ആക്ടിനാണെങ്കിൽ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ബട്ട് റൂൾസ് ആർ പാസ്ഡ് ഈസിലി ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഇറ്റ്സെൽഫ്. സോ ഈ ലോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ട് പ്ലസ് റൂൾസ് പ്ലസ് റെഗുലേഷൻസ് പ്ലസ് കേസ് ലോസ്. അതായത് ഇപ്പം ആക്ടിലും റൂൾസിലും എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം എന്നുള്ളത് നെസസറി അല്ല. സിറ്റുവേഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുകയാണ്, സൊസൈറ്റിയിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചില സിറ്റുവേഷൻസ് അറൈസ് ചെയ്യാം. അതിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ലോയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കുറെ കേസസ് വരാം. അങ്ങനത്തെ കേസസിലൊക്കെ നമ്മുടെ ജുഡീഷ്യറി അല്ലെങ്കിൽ നമ്മുടെ കോർട്സ് അവരുടേതായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കും. ഇതാണ് മോർ ജസ്റ്റിഫയബിൾ എന്നുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കും, വിച്ച് വിൽ ബി വൈഡ്ലി അക്സെപ്റ്റഡ്. എല്ലാവർക്കും ആ ഒരു ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ അക്സെപ്റ്റബിൾ ആണെങ്കിൽ ഇനി വരുന്ന കേസസിൽ ഇനി അതേപോലത്തെ ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യുമ്പോൾ ഈ മുമ്പ് നടന്ന കേസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ ജഡ്ജ്മെന്റ് ഉണ്ടാവുക. മീൻസ് മുമ്പ് ഒരു പ്രീവിയസ് കേസ് ഇങ്ങനെ വന്നപ്പം ഇതായിരുന്നു ജഡ്ജ്മെന്റ്, സോ ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ വരും. അതാണ് ഈ കേസ് ലോസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ്. സോ ലോ ഇൻക്ലൂഡ്സ് ഓൾ ആക്ട് പ്ലസ് റൂൾസ്
plus regulations plus case laws. ഇതിനെയാണ് നമ്മൾ law എന്ന് പറയുക. Whereas act is only just a part of law. അപ്പോൾ നമുക്ക് പറയാം act is a narrow term and law is a wider term. Okay? So, as I said, പാർലമെന്റ് ആണ് ലോസ് ഉണ്ടാക്കുന്നത്. ഒരു ഇന്ത്യൻ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ലോ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആക്ട് മീനിങ് ഇന്ത്യയിൽ ഒരു ആക്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പാർലമെന്റ് ആണ് പാസ് ചെയ്യുക. ഈ പവർ പാർലമെന്റിന് ആരാണ് കൊടുത്തത്? ആരാ പറയുന്നത് അല്ലെങ്കിൽ എവിടെയാ പറയുന്നത് പാർലമെന്റ് ആണ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ലോസ് ഉണ്ടാക്കണം എന്നുള്ളത്? ഇറ്റ്സ് റിട്ടേൺ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് പറയുന്നത് പാർലമെന്റ് ഹാസ് ദി റൈറ്റ് ടു മേക്ക് ലോസ് എന്ന കാര്യം. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ സുപ്രീം മോസ്റ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷനേക്കാളും വലുതായിട്ട് ഒന്നുമില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണോ പറയുന്നത് അതാണ് ഇന്ത്യയിലെ ഫൈനൽ ഡിസിഷൻ. whatever is written in the constitution, this will be the final. ഒരു ലോയോ ഒരു ആക്ടോ ഒരു റൂൾസോ ഒരു റെഗുലേഷൻസോ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് വിൽ ബി ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ. ആരെങ്കിലും അതുപോലത്തെ ലോസോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതിന് നമ്മൾ ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് പറയുക. അത് ക്ലിയർലി എന്താ പറയുക, ഒരു രാജ്യദ്രോഹ കുറ്റം എന്ന് വരെ പറയാം കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ. സോ കോൺസ്റ്റിറ്റ്യൂഷനാണ് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ലോസ് പാർലമെന്റ് ഉണ്ടാക്കുക. എവിടെയാ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ബേസിസിലാണ് അല്ലെങ്കിൽ ഏത് സെക്ഷൻ അല്ല ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവൈഡഡ് ഇൻടു ആർട്ടിക്കിൾസ് ആണ്. സോ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ നമ്പർ 245 ആർട്ടിക്കിൾ നമ്പർ 245 പറയുന്നത് പാർലമെന്റ് ഹാസ് ദ റൈറ്റ് ടു മേക്ക് ലോസ് ഫോർ ഇന്ത്യ ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ടു മേക്ക് ലോസ് ഫോർ എ സ്റ്റേറ്റ്. സോ പാർലമെന്റ് ആണ് ലോ മേക്കിംഗ് പവർ ഉള്ളത്. ഇന്ത്യക്ക് മൊത്തമായിട്ടുള്ള ലോസ് ഉണ്ടാക്കുന്നത് പാർലമെന്റ് ആണ്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഫോർ എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ദെൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അവിടെ എലക്ട് ചെയ്ത് തീരുമാനിച്ചിട്ടുള്ള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിരിക്കും ലോസ് ഉണ്ടാക്കുക. ഓക്കെ? സോ ഇന്ത്യക്ക് മൊത്തമായിട്ട് പാർലമെന്റ് ഉണ്ടാക്കി ഏതെങ്കിലും ഒരു മാറ്ററിനെ പറ്റി, ഇപ്പൊ കമ്പനീസ് ആക്ട്, ഇന്ത്യക്ക് മൊത്തമായിട്ട് ഒരു കമ്പനീസ് ആക്ട് പാർലമെന്റ് ഉണ്ടാക്കി. ഒരു സ്റ്റേറ്റിന് ഡിഫറെന്റ് ആയിട്ട് ആ സ്റ്റേറ്റ് ഗവൺമെന്റ് വേറൊരു കമ്പനീസ് ആക്ട് ഉണ്ടാക്കി. സോ പ്രശ്നം വരും. മീൻസ് ഈ കമ്പനീസ് ഏത് ഫോളോ ചെയ്യും? സ്റ്റേറ്റ് ഉണ്ടാക്കിയത് ഫോളോ ചെയ്യും, പാർലമെന്റ് ഉണ്ടാക്കിയത് ഫോളോ ചെയ്യും. അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. ഇത് അറിഞ്ഞത് കൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് വേറൊരു ആർട്ടിക്കിൾ, വേറൊരു പ്രൊവിഷൻ കൂടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർത്തു. ആർട്ടിക്കിൾ നമ്പർ 246. ആർട്ടിക്കിൾ നമ്പർ 246 ക്ലോസ് 1 പറയുന്നത് അവര് ഈ ഒരു മാറ്റേഴ്സിന് മീൻസ് ലോ ആവശ്യമായിട്ടുള്ള കുറെ മാറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള കുറെ മാറ്റേഴ്സിനെ 3 ലിസ്റ്റ് ആക്കി തിരിച്ചു. 3 ലിസ്റ്റ് ആയിട്ട് അവര് ഗ്രൂപ്പ് ചെയ്തു. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. അങ്ങനെ 3 ലിസ്റ്റ് ആക്കി. എന്നിട്ട് ആർട്ടിക്കിൾ 246 അവർ പറയുന്നത് പാർലമെന്റ് ഹാസ് പവർ ടു മേക്ക് ലോസ് റിലേറ്റിംഗ് ടു മാറ്റേഴ്സ് സ്റ്റേറ്റഡ് ഇൻ ദി യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെ മാറ്റേഴ്സ് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ മുകളിൽ ലോസ് ഉണ്ടാക്കാനുള്ള പവർ പാർലമെന്റിനാണ്. ആൻഡ് whatever matter is stated in the state list, the power to make laws resides in the hands of legislative assembly, state legislative assembly. So article 246 ഞാൻ വായിക്കാം. Parliament has the power to make laws relating to matters in union list. Legislative assembly of any state has the power to make laws relating to matters enumerated in the state list. And both Parliament and Legislative Assembly has the power to make laws relating to matters in the concurrent list. So, Union list ഒരു കാര്യമുണ്ടെങ്കിൽ പാർലമെന്റിന് ലോ ഉണ്ടാക്കാം. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന്റെ മുകളിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ലോസ് ഉണ്ടാക്കാം. ആൻഡ് കൺകറന്റ് ലിസ്റ്റിന്റെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിന്റെ മുകളിൽ 2 പേർക്കും ലോ ഉണ്ടാക്കാനുള്ള പവർ ഉണ്ട്. അങ്ങനെ അവർ ലോ ഉണ്ടാക്കുമ്പോൾ സപ്പോസ് ഇത് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു ക്ലാഷ് വന്നു, അവരൊരു ലോ ഉണ്ടാക്കി ഇവരൊരു ലോ ഉണ്ടാക്കി ഒരു ആക്ട് പാസ് ചെയ്തു, എന്തെങ്കിലും ഒരു ക്ലാഷ് വന്നു കഴിഞ്ഞാൽ the one which is in the parliament, one which is passed in the parliament ആയിരിക്കും പ്രിവെയിൽ ചെയ്യുക. So that one is important to be noted. Then യൂണിയൻ ലിസ്റ്റിലുള്ളതിന് പാർലമെന്റ്, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതിന് സ്റ്റേറ്റ് ഗവൺമെന്റ്, കൺകറന്റ് ലിസ്റ്റിലുള്ളതിന് 2 പേർക്കും പവർ. ഈ 3 ലിസ്റ്റിലും ഇല്ലാത്തൊരു കാര്യം, ഈ 3 ലിസ്റ്റിലും മെൻഷൻ ചെയ്യപ്പെടാത്ത ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും ലോ ഉണ്ടാക്കുക? ആർക്കാണ് അതിനുള്ള പവർ? Going to the next article, article number 248. Article number 248 of the Constitution says that
Parliament has exclusive power to make laws relating to the matters which is not stated in the state list or concurrent list. യൂണിയൻ ലിസ്റ്റിലുള്ള പാർലമെന്റിനാണ് പവർ. പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ലോ ഉണ്ടാക്കാനുള്ള പവർ ഈസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി പാർലമെന്റ്. ഓക്കെ, സോ ഇപ്പൊ ഈ കമ്പനീസ് ആക്ട് 2013 കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിഡ്യൂറി പവർ ഉപയോഗിച്ചിട്ടാണ് പാർലമെന്റ് കമ്പനീസ് ആക്ട് ഉണ്ടാക്കിയിട്ടില്ല. കമ്പനീസ് ആക്ടിന്റെ പേരിൽ ലോ ഉണ്ടാക്കണം എന്നുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിലോ യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ ഇല്ലായിരുന്നു. സോ പാർലമെന്റ് ഈ ഒരു റെസിഡ്യൂറി പവർ ഉപയോഗിച്ചിട്ടാണ് കമ്പനീസ് ആക്ട് 2013 പാസ് ചെയ്തത്. സോ ആസ് ഐ സെഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ സുപ്രീം മോസ്റ്റ് അതോറിറ്റി ഇൻ ഇന്ത്യ. ആൻഡ് എപ്പോഴാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തത് നമുക്കറിയാം at the time of independence ആണ്. And the day when constitution was published, we are celebrating it as the Republic Day. 26 January, we are celebrating it as the Republic Day. 26 January 1915 കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ബട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് 26 നവംബർ 1949 തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. സോ വൺ മോർ തിങ്, 26 January 1915 കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിഷ് ആയത്. നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത് 15 ഓഗസ്റ്റ് 1947. ഇൻ ബിറ്റ്വീൻ 3 ഇയേഴ്സ് ഇന്ത്യയിൽ ലോ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ എന്തായിരുന്നു, എന്തൊരു കോഡാണ് അവർ ഫോളോ ചെയ്തത് ആ ഒരു 3 വർഷം? സോ ദാറ്റ് വാസ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് അപ്പ് ഉണ്ടായിരുന്നു. അതായിരുന്നു ആ ഒരു ബിറ്റ്വീൻ 3 ഇയേഴ്സിൽ നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്? കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം മോസ്റ്റ് അതോറിറ്റി ആണ്. ഓക്കെ, ആരാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്? ഫോർ ദാറ്റ് പർപ്പസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ വാസ് ഡിവൈഡഡ് ഇൻടു സ്മോൾ 545 പാർട്സ്. ഇന്ത്യയെ 545 പാർട്സ് ആക്കിയിട്ട് നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്തു. ആൻഡ് റെപ്രസെന്റേറ്റീവ്സ് വെർ സെലക്ടഡ് ഫ്രം ഈച്ച് ഓഫ് ദീസ് പാർട്സ്. എല്ലാ പാർട്സിനും റെപ്രസെന്റേറ്റീവ്സിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഈ റെപ്രസെന്റേറ്റീവ്സ് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് മെയ്ഡ് ബൈ ദി പബ്ലിക്. പബ്ലിക് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതെന്ന് തന്നെ പറയാം. ബിക്കോസ് ദ റെപ്രസെന്റേറ്റീവ് സെലക്ടഡ് ഫ്രം ദി പബ്ലിക് ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ഒരു 545 പാർട്സ് ആക്കി അവർ സെലക്ട് ചെയ്തു റെപ്രസെന്റേറ്റീവിനെ. ആൻഡ് ഇഫ് ദ പീപ്പിൾ, ആ ഒരു പാർട്ടിയിലെ പീപ്പിൾക്ക് തോന്നുകയാണ്, അവിടുത്തെ ആൾക്കാർക്ക് തോന്നുകയാണ് ഈ റെപ്രസെന്റേറ്റീവ് പോരാ, മീൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് അവരെ റെപ്രസെന്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊന്നും അവർ അവിടെ അറിയിക്കുന്നില്ല, ഇവർ പോരാന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ 5 ഇയേഴ്സിന് ശേഷം അവർക്ക് ആ ഒരു റെപ്രസെന്റേറ്റീവിനെ മാറ്റാം. ഇൻ ബിറ്റ്വീൻ 5 ഇയേഴ്സിന്റെ ഒരു ടൈം പീരീഡിൽ അവർക്ക് ആ റെപ്രസെന്റേറ്റീവിനെ മാറ്റാം ഇൻ ദി ഫോം ഓഫ് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്തിട്ട് അവർക്ക് ഈ റെപ്രസെന്റേറ്റീവ്സിനെ മാറ്റാം. ആൻഡ് ഈ റെപ്രസെന്റേറ്റീവ്സ്, ഈ 545 റെപ്രസെന്റേറ്റീവ്സ് ഒരുമിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെമ്പർ ഓഫ് പാർലമെന്റ്, MP. ഇവരാണ് പാർലമെന്റിലെ ലോക്സഭയിലെ മെമ്പേഴ്സ്. സോ ലോക്സഭ is also known as the House of People because members in the Lok Sabha are selected by the public. Public ആണ് ലോക്സഭയിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്സഭയെ നമുക്ക് ഹൗസ് ഓഫ് പീപ്പിൾ എന്നും പറയാം ആൻഡ് ലോവർ ഹൗസ് എന്നും പറയാം. ലോക്സഭയിലെ മെമ്പേഴ്സ് ഹൗസ് ഓഫ് പീപ്പിൾ ആണ് ഞാൻ പറഞ്ഞു. സോ then what about രാജ്യസഭ? രാജ്യസഭ is known as the upper house of the parliament and also known as the house of states. അങ്ങനെ വിളിക്കാനുള്ള കാരണം ഇവിടേക്കുള്ള രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിനെ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവിനെ സെലക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ്സ് ആണ്. ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്സും അവരവരുടെ റെപ്രസെന്റേറ്റീവിനെ പാർലമെന്റിലേക്ക് അയക്കും. അങ്ങനെ ഫോം ചെയ്യുന്ന MPs ഉള്ളത് രാജ്യസഭയിലാണ്. സോ രാജ്യസഭ is called as the house of states and Lok Sabha is called as the house of people. Okay, and the parliament constitutes of Lok Sabha, Rajya Sabha and President. ഇതൊക്കെ കൂടിയതാണ് ഒരു പാർലമെന്റ്. സോ പാർലമെന്റ് നമുക്ക് പറയാം ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദി പബ്ലിക് ഇറ്റ്സെൽഫ്. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണ് എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണവും ഇതാണ്. പബ്ലിക് സെലക്ട് ചെയ്ത ആൾക്കാരാണ് പാർലമെന്റിലേക്ക് പോവുക. പബ്ലിക് സെലക്ട് ചെയ്ത ഈ ആൾക്കാരാണ് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ലോസ് ഉണ്ടാക്കുക. സോ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പബ്ലിക് ഇറ്റ്സെൽഫ് മേക്ക് ദി ലോസ്. So as I said,
Public itself makes laws for the public. And as Parliament makes laws for a country or laws for India, Parliament is known as the legislative body of India. ഇന്ത്യയിലെ ലോ ഉണ്ടാക്കുന്ന ഒരു ലെജിസ്ലേറ്റീവ് ബോഡി എന്ന് അറിയപ്പെടുന്നത് പാർലമെന്റ് ആണ്. സോ പാർലമെന്റ് മേക്സ് ലോ ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദി ലെജിസ്ലേറ്റീവ് ബോഡി ഓഫ് ഇന്ത്യ. അപ്പോൾ പാർലമെന്റ് ലോസ് ഉണ്ടാക്കി, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. പാർലമെന്റ് നമ്മൾ പഠിച്ചു ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്. സോ വാട്ട് ഈസ് ദി സെൻട്രൽ ഗവൺമെന്റ്? സെൻട്രൽ ഗവൺമെന്റ് എന്താ? ആരായി സെൻട്രൽ ഗവൺമെന്റിലുണ്ട്? ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും ഒക്കെയാണോ സെൻട്രൽ ഗവൺമെന്റ്? ലോക്സഭയിൽ രണ്ടും ഉണ്ട്, മീൻസ് റൂളിംഗ് പാർട്ടിയും ഉണ്ട്, ഒപ്പോസിഷൻ പാർട്ടിയും ഉണ്ട്. റൂളിംഗ് പാർട്ടിയെ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് എന്ന് തന്നെ പറയാൻ പറ്റില്ല, അത് റൂളിംഗ് പാർട്ടി, റൂളിംഗ് സൈഡ് അങ്ങനെ പറയാം. സോ സെൻട്രൽ ഗവൺമെന്റ് എന്താ? അല്ലെ ഞാൻ ആദ്യം പറഞ്ഞു, ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രീസ് ഉണ്ട്. ഓരോ മാറ്റേഴ്സിനും അതിൻ്റെതായിട്ടുള്ള മിനിസ്ട്രീസ് ഫോം ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ മിനിസ്റ്റേഴ്സും ഉണ്ട്. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ മിനിസ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ എല്ലാം ടോപ്പ് മോസ്റ്റ് ആയിട്ട് നമുക്കൊരു പ്രൈം മിനിസ്റ്ററും ഉണ്ട്, നരേന്ദ്രമോദി ഇപ്പോൾ. സോ നമുക്കൊരു പ്രൈം മിനിസ്റ്ററും ഉണ്ട്, പിന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന് അതിൻ്റെതായ മിനിസ്റ്റേഴ്സും ഉണ്ട്. ഈ മിനിസ്റ്റേഴ്സിന് എല്ലാം ടുഗെദർ ഓവറോൾ നമ്മൾ പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. ക്ലിയർ? So Prime Minister plus ministries of different departments together constitutes Council of Ministers. Even Council of Ministers plus President forms the central government. Council of Ministers Presidentum കൂടി ചേർന്നതാണ് CG അല്ലെങ്കിൽ Central Government എന്നത്. And this is the executive body of India as they implement the laws. Law implement ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. പാർലമെന്റ് ലോ ഉണ്ടാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദി എക്സിക്യൂട്ടീവ് ബോഡി ഓഫ് ഇന്ത്യ ആൻഡ് ദ വൺ വിച്ച് ഇന്റർപ്രറ്റ്സ് ദ ലോ. ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ കറക്റ്റ് എന്ന് നോക്കുന്നതും എന്തെങ്കിലും ഒരു ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടന്ന അതിനുള്ള ഡിസിഷൻസ് എടുക്കുന്നതും ദ ജുഡീഷ്യറി ബോഡി ഓഫ് ഇന്ത്യ ആണ്. ഈ ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് ഒക്കെ എന്ന് പറയാം. കോർട്സ് മെയിൻ ആയിട്ട് കോർട്സ് ആർ നോൺ ആസ് ദി ജുഡീഷ്യൽ ബോഡി ഓർ ജുഡീഷ്യറി ബോഡി ഓഫ് ഇന്ത്യ. സോ പാർലമെന്റ് ഇസ് ദ ലോ മേക്കർ and they are known as the legislative body. Central government implements the law, known as the executive body, and the judiciary interprets the law and is known as the judicial body. Okay, so ee moonu bodies ne patittu clear ayi vicharikkunu. And now let's move with our topic, Companies Act 2013. So Companies Act 2013 is an act to consolidate and amend the law relating to companies. ഒരു കമ്പനിക്ക് കമ്പനീസ് ഫോം ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ലോസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൺസോളിഡേറ്റ് ചെയ്യും, ഒരുമിച്ച് ഇതാക്കുകയും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും വയലേഷൻ നടന്നാൽ എന്തായിരിക്കും ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു ലോ ആണ് കമ്പനീസ് ആക്ട് 2013. ആൻഡ് അതിൽ 470 കമ്പനീസ് ആക്ട് 2013 470 സെക്ഷൻസ് ഉണ്ട്. 470 സെക്ഷൻസ് ഉണ്ട്. ബട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, കമ്പനീസ് ആക്ട് 2013 470 സെക്ഷൻസ് ഉണ്ട്. പക്ഷെ ടോട്ടൽ സെക്ഷൻ, ലാസ്റ്റ് സെക്ഷൻ കമ്പനീസ് ആക്ടിന്റെ 470 ആണ്. ബട്ട് ദി ടോട്ടൽ സെക്ഷൻസ് ഇൻ കമ്പനീസ് ആക്ട് 2013 ഇസ് നോട്ട് 470. ഒരു കമ്പനീസ് ആക്ട് 2013 ടോട്ടൽ സെക്ഷൻസ് പറയുന്നത് 470 അല്ല. ലാസ്റ്റ് സെക്ഷൻ ഓഫ് കോഴ്സ് 470 ആണ്. അപ്പൊ അതിങ്ങനെ അങ്ങനെ. സോ നമുക്കിപ്പം ഇന്റർമീഡിയറ്റിൽ പഠിക്കാനുള്ളതാണ് സെക്ഷൻ 3A എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് നമുക്ക് പഠിക്കാൻ. സെക്ഷൻ 3A ഇതുപോലത്തെ സെക്ഷൻ നമ്പേഴ്സും നമുക്ക് പഠിക്കാനുണ്ട്. സോ എന്താണ് ഈ സെക്ഷൻ 3A? സെക്ഷൻ 3A എന്ന് പറഞ്ഞാൽ 3 amendment എന്നാണ് അർത്ഥം. അതായത് ഞാൻ പറഞ്ഞ പോലെ കമ്പനീസ് ആക്ട് 2013 പാസ് ചെയ്തു. അതിനുശേഷം ആ ഒരു ആക്ടിൽ കുറേ അമെൻമെന്റ്സ് നടന്നിട്ടുണ്ട്. 2015 ഒരു അമെൻമെന്റ്സ്, പിന്നെ 2019 ഒരു അമെൻമെന്റ്, അങ്ങനെ കുറേ അമെൻമെന്റ്സ് കമ്പനീസ് ആക്ട് 2013 വന്നിട്ടുണ്ട്. ആ അമെൻമെന്റ്സ് ഒക്കെ അവർക്ക് വേണമെങ്കിൽ എന്താ പറയുക, വേറെ സെപ്പറേറ്റ് ആയിട്ട് അത് എഴുതുന്നതിനെക്കാട്ടിലും ഏത് റിലേറ്റഡ് ആയിട്ടാണോ ആ അമെൻഡ്മെന്റ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഈ പ്രൊവിഷൻസും ആഡ് ചെയ്യപ്പെടും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അവരുടെ സെക്ഷൻ നമ്പേഴ്സ് മൊത്തം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഫുൾ എന്താ പറയുക, ഫുൾ കോളായി പോകും. മീൻസ് കമ്പനീസ് ആക്ടിൽ ഇപ്പോൾ 3 ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്, അവർക്ക് വേറെ ഒന്ന് അവിടെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
4 മാറ്റിയിട്ട് അവിടെ 4 കൊടുക്കുക, പിന്നെ അതിന് ശേഷമുള്ളത് 5 ആക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഏത് റിലേറ്റഡ് ആയിട്ടാണോ അമെൻമെന്റ് വന്നിട്ടുള്ളത് അതിനടുത്ത് 3A അല്ലെങ്കിൽ 4A അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമെൻമെന്റ് എന്നുള്ള രീതിയിൽ അവർ കൊടുക്കും. So അതുകൊണ്ട് തന്നെ the most important point to be noted is the last section of Companies Act is of course 470, but the total sections in the Companies Act 2013 is not 470. Clear? So let's go with the Companies Act. Companies Act, as I said, it has 470 sections, 7 schedules and 29 chapters. 29 chapters and at least one set of rules for each chapter. It is a rule-based legislature. Companies Act ഒരു rule-based legislature ആണ്. So what is meant by rule-based legislature? Rule-based legislature എന്ന് വെച്ചാൽ കമ്പനീസ് ആക്ടിൽ ഏറ്റവും കൂടുതൽ ആക്ടിനെക്കാട്ടിലും കൂടുതൽ ഉള്ളത് റൂൾസ് ആണ്. ആക്ടിൽ അവർ ജസ്റ്റ് എന്താ പറയുക, ആക്ട് നല്ലോണമൊന്നുമില്ല എന്തെങ്കിലും എന്ന് പറയും, ദിസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയും. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറേ അടുത്ത് കമ്പനീസ് ആക്ടിലാണെങ്കിലും ഏത് ലോസിലാണെങ്കിലും കുറേ അടുത്ത് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഫോർ എക്സാമ്പിൾ, a company for registration has to file a form as may be prescribed. As may be prescribed എന്നുള്ള ഒരു ടേം എല്ലാ ആക്ടിലും കുറേ സ്ഥലത്ത് കാണാം. ഈ as may be prescribed എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? As may be prescribed എന്ന് പറഞ്ഞാൽ it will be prescribed by the central government. അത് റൂൾസിൽ പറയും. റൂൾസിലാണ് ആ ഇത് പ്രിസ്ക്രൈബ് എന്ന് പറയുമ്പോൾ നമ്മളോട് പറയുന്നത് അവർ റൂൾസ് നോക്കുന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ റൂൾസ് ഉണ്ടാക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിനാണ്. അതായത് പാർലമെന്റ് സെൻട്രൽ ഗവൺമെന്റിന് ചില പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ അത് എങ്ങനെ വേണമെന്ന് ഇങ്ങനെ ചെയ്യണം എന്ന് അവർ പറയുന്നു. അതിനുള്ള പ്രൊസീജിയേഴ്സ് എന്താണ്, എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടതെന്ന് പറയാനുള്ള പവർ സെൻട്രൽ ഗവൺമെന്റിനാണ്. സോ wherever if you see as may be prescribed, it means ആ ഒരു ഡിസിഷൻ സെൻട്രൽ ഗവൺമെന്റ് ആണ് എടുക്കുന്നത് ആൻഡ് അത് റൂൾസിലായിരിക്കും പറയപ്പെടുന്നുണ്ടാവുക. സോ wherever you see as may be prescribed, it will be there in the rules and it will be made by the central government. അത് ഈസി ആയിട്ട് അവർക്ക് ചേഞ്ച് ചെയ്യാം. അവിടെ പുതിയ സെക്ഷൻസ് കൊണ്ടുവരണമെങ്കിൽ അത് പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും മോഡിഫിക്കേഷൻസും അഡാപ്റ്റേഷൻസും ഒക്കെ CGക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് വലിയ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു റൂൾസ് ഈസി ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആസ് മേ ബി പ്രിസ്ക്രൈബ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോളൂ, അത് റൂൾസിലുണ്ടാവും, CG പ്രിസ്ക്രൈബ് ചെയ്യും. സോ ഈ കമ്പനീസ് ആക്ട് 2013 ആക്ടിനെക്കാട്ടിലും കൂടുതൽ ഇതുപോലെയാണ് വരുന്നത്. മീൻസ് കൂടുതലും റൂൾ ആയിട്ടാണ് വരുന്നത്. റൂൾ ബേസ്ഡ് ലെജിസ്ലേച്ചർ ആണ് അത്. മുമ്പ് കമ്പനീസ് ആക്ട് 2013 വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് കമ്പനീസ് ആക്ട് 1956 ആണ്. 1956 ഒരു ആക്ട് ബേസ്ഡ് ലെജിസ്ലേച്ചർ ആയിരുന്നു. അതിന് ആക്ട് കൂടുതലും റൂൾസ് കുറവുമായിരുന്നു. ബട്ട് ഇൻ കേസ് ഓഫ് കമ്പനീസ് ആക്ട് 2013 റൂൾസ് കൂടുതലും ആക്ട് കുറവായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, so അതാണ് Companies Act 2013. It was the president signed it on 29th August 2013 and it was notified in the official gazette on 30th August 2013. So what is this official gazette? Official gazette എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏതൊരു ലോ പാസ് ചെയ്യുമ്പോഴും എന്തൊരു ലോയിൽ അമെൻമെന്റ്സ് വരുമ്പോഴും ഏതൊരു ലോ പബ്ലിഷ് ചെയ്യണമെങ്കിലും അവരത് ചെയ്യുന്നത് ഒഫീഷ്യൽ ഗസറ്റിലാണ്. അത് നിങ്ങൾക്ക് ഓൺലൈനിൽ അടിച്ചു കൊടുത്താൽ കാണാൻ പറ്റും. ഒഫീഷ്യൽ ഗസറ്റ് ഓഫ് ഇന്ത്യയോട് പറയുമ്പോൾ അതിൽ ഒഫീഷ്യൽ ഗസറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐ ഷോ യു. സോ ഈ ഒഫീഷ്യൽ ഗസറ്റിലാണ് ഏതൊരു ലോയും ഏതൊരു ആക്ടും എന്തെങ്കിലും അമെൻമെന്റ്സും ചേഞ്ചസും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത് അവിടെയാണ്. സോ കമ്പനീസ് ആക്ട് 2013 നോട്ടിഫൈ ചെയ്യുന്നത് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യപ്പെട്ടത് 30 ഓഗസ്റ്റ് 2013 ആണ്. ഓക്കെ, കമ്പനീസ് ആക്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് 30 ഓഗസ്റ്റ് 2013 ആണ്. ഓക്കെ, പ്രസിഡന്റ് അത് സൈൻ ചെയ്തത് 29 ഓഗസ്റ്റ് 2013 ആണ്. ആൻഡ് വൺ മോർ തിങ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഒരു ആക്ട് ഫോഴ്സിൽ വരുന്നത് അല്ലെങ്കിൽ ഒരു ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ, ഇന്ത്യൻ ഗവൺമെന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബില്ല് പാസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. ഇത് എന്തുകൊണ്ടാണ് ഈ രണ്ട് ഡിഫറൻസ് എന്ന് അറിയോ? ബില്ല് പാസ് ചെയ്യുന്നത് ദ ഡേ വെൻ ഇറ്റ് ഈസ് പാസ് ചെയ്ത് രാജ്യസഭയിലും കൂടി ബില്ല് പാസ് ചെയ്ത ദിവസം നമ്മൾ ബിൽ പാസ്ഡ് കാണിക്കും. ആൻഡ് ഒരു പ്രസിഡന്റ് ആ ബില്ലിൽ സൈൻ ചെയ്യുന്ന ദിവസമാണ് നോർമലി ഒരു ആക്ട് ഇൻ ടു ഫോഴ്സ് വരുന്നത്. ആക്ട് ഫോഴ്സിൽ വരുന്നത് പ്രസിഡന്റ് സൈൻ ചെയ്യുന്ന ദിവസമാണ്. പക്ഷെ ചില കേസസിൽ ചില ആക്ടിൽ അവർ പറയും
ഈ ഒരു ആക്ട് ഇന്ന ദിവസമാണ് ഫോഴ്സിൽ വരിക എന്നുള്ളത് അവർ പറയും. ഈ ഒഫീഷ്യൽ ഗസറ്റിൽ അവർ പബ്ലിഷ് ചെയ്യുമ്പോൾ അവർ പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസമായിരിക്കും ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ആവുക. അത് നമുക്കിപ്പം കമ്പനീസ് ആക്ടിൽ നോക്കാം. കമ്പനീസ് ആക്ടിൽ ഒഫീഷ്യൽ ഗസറ്റ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ നമുക്ക് കമ്പനീസ് ആക്ട് സ്റ്റാർട്ട് ചെയ്യാം. കമ്പനീസ് ആക്ടിന്റെ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെന്റ്, കമൻസ്മെന്റ് ആൻഡ് ആപ്ലിക്കബിലിറ്റി. അപ്പൊ ഈ ഒരു ഇത് മീൻസ് ഈ സെക്ഷൻ നമ്പറിന്റെ കൂടെ വരുന്ന വേർഡ്സ് ഉണ്ട്. കുറച്ച് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെന്റ് എന്നൊക്കെ പറയുമ്പോൾ ആ സെക്ഷൻ നമ്പറിന്റെ കൂടെ തന്നെ എഴുതിയിട്ടുള്ള വേർഡ്സ് ആണ്. ഇതിന് പറയുന്നത് മാർജിനൽ നോട്ട്സ് എന്നാണ്. വേർഡ്സ് റിട്ടൺ അലോങ് വിത്ത് ദി സെക്ഷൻ നമ്പർ ഇസ് കോൾഡ് മാർജിനൽ നോട്ട്സ്. സോ ലെറ്റ്സ് സീ ദ സെക്ഷൻ. എന്താണ് ഇതിൽ പറയുന്നത്? സെക്ഷൻ 1 സബ്സെക്ഷൻ 1 പറയുന്നത് സെക്ഷൻ 1 സബ്സെക്ഷൻ 1, as per this section this act may be called as the Companies Act 2013. ഈ ഒരു ആക്ട് കമ്പനീസ് ആക്ട് 2013. അതിന്റെ ടൈറ്റിൽ എന്താണ്? ഈ ആക്ടിന്റെ എന്നാണ് ഫസ്റ്റത്തിൽ പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലൊക്കെ അന്ന് പഠിച്ചിരുന്നത്. അങ്ങനെയാണ് അല്ലേ? ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ, എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ എക്സെപ്ഷൻ ഉണ്ടോ? ഇല്ല, ഇപ്പൊ എക്സെപ്ഷൻ ഇല്ല. ബട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് കമ്പനീസ് ആക്ടിൽ മുമ്പും അങ്ങനെ ഇല്ലായിരുന്നു. മുമ്പും ഇപ്പോഴും ഒരു ചേഞ്ചും ഇല്ല. പണ്ട് മുതലേ കമ്പനീസ് ആക്ട് എക്സ്റ്റെൻഡ്സ് ടു ഹോൾ ഓഫ് ഇന്ത്യ ആയിരുന്നു. അവിടെ ജമ്മു കാശ്മീരിന് ഒരു എക്സെപ്ഷൻ. സോ സബ്സെക്ഷൻ 1 ടൈറ്റിൽ പറഞ്ഞു, രണ്ടാമത്തേത് എക്സ്റ്റെൻസ്, എവിടെയൊക്കെ ഹോൾ ഓഫ് ഇന്ത്യ ചെയ്തു. നെക്സ്റ്റ് തേർഡ് സെക്ഷൻ, ഇതിനെ പറ്റിയിട്ടാണ് മെയിൻ ആയിട്ട് ഇപ്പൊ പറയാനുള്ളത്. ദിസ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ നമ്പർ 1 shall come into force at once and the remaining provisions of this act shall come into force on such date as the central government may by notification in the official gazette appoint, and different dates may be appointed for different provisions of this act. മനസ്സിലാവില്ല? അതാണ് ഈ ഒരു ലോയുടെ വേണ്ടത്. നമുക്കിങ്ങനെ പെട്ടെന്ന് വായിക്കുമ്പോൾ ഒന്നും ക്ലിയർ ആവില്ല. ബട്ട് നമ്മൾ അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി ഒന്നും കൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും. സോ ഞാൻ പറഞ്ഞു, ഒരു ആക്ട് ഫോഴ്സിൽ വരുന്നത് പ്രസിഡന്റ് എന്നാണോ സൈൻ ചെയ്യുന്നത് അന്നാണ്. പക്ഷേ ചില ആക്ടിൽ അവർ തന്നെ പറയും എന്നാണ് ഈ ആക്ട് ഫോഴ്സിൽ വരിക എന്നുള്ളത്. ഇപ്പം കമ്പനീസ് ആക്ടിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ട് ഒറ്റയടിക്ക് ഫോഴ്സിൽ വന്ന ഒരു ലെജിസ്ലേച്ചറോ ഒരു ആക്ടോ ഒന്നും അല്ല. കാരണം കുറെ ചേഞ്ചസ് അവർക്ക് വരുത്തേണ്ടതുണ്ടായിരുന്നു, കുറെ കാര്യങ്ങൾ അവർക്ക് ഫോം ചെയ്യേണ്ടതുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് സെക്ഷൻ കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 1 മാത്രമാണ് 30 ഓഗസ്റ്റ് 2013 ഒഫീഷ്യൽ ഗസറ്റിൽ അവർ പബ്ലിഷ് ചെയ്തത്. മൊത്തം കമ്പനീസ് ആക്ട് അന്ന് തന്നെ അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. അവർ ആദ്യം ഫസ്റ്റ് സെക്ഷൻ അന്ന് വന്നു, പിന്നെ ഒരു 98 സെക്ഷൻസ് പിന്നെ ഒരു ഡേറ്റിൽ അവർ ഇത് ചെയ്തു, അവർ പബ്ലിഷ് ചെയ്തു. പിന്നെ ഒരു 148 സെക്ഷൻസ് നെക്സ്റ്റ് ഒരു ഡേറ്റിൽ പബ്ലിഷ് ചെയ്തു. ഒറ്റയടിക്ക് എന്താ പറയുക ഇൻടു ഫോഴ്സ് വന്ന ഒരു ആക്ട് അല്ല കമ്പനീസ് ആക്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അതിന് കാരണം ഈ സബ്സെക്ഷൻ 3 ആണ്. അവർ പറയുന്നുണ്ട് ദിസ് സെക്ഷൻ ഷാൽ കം ഇൻടു ഫോഴ്സ് അറ്റ് വൺസ്. ഈ ഒരു സെക്ഷൻ ഇന്ന് മുതൽ ഫോഴ്സിൽ വരും. അപ്പം അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആക്ട് കെയിം ഇൻടു ഫോഴ്സ് 29 ഓഗസ്റ്റ് 2013 ആവുമായിരുന്നു. പ്രസിഡന്റ് സൈൻ ചെയ്ത ദിവസം ആവുമായിരുന്നു. പക്ഷെ ഈ സെക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ആക്ടിൽ അവർ പറയുന്നുണ്ട് ഈ സെക്ഷൻ ഇന്നാണ് ഫോഴ്സിൽ വരിക. ഓക്കെ, സോ അതുകൊണ്ടാണ് 30 ഓഗസ്റ്റ് 2013 കമ്പനീസ് ആക്ട് കെയിം ഇൻടു ഫോഴ്സ് ആവുന്നത്. പിന്നെ അതിന്റെ കൂടെ അലോങ് വിത്ത് ദാറ്റ് അവർ പറയുന്നുണ്ട് റിമൈനിങ് പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഈ സെക്ഷൻ ഇന്ന് ഫോഴ്സിൽ വരും. ഇതിന്റെ ബാക്കിയുള്ള പ്രൊവിഷൻസ് shall come into force on such date as the CG may by notification in the official gazette appoint. അതായത് ഇന്ന് ഈ സെക്ഷൻ നിലവിൽ വരും, പിന്നെയുള്ള പ്രൊവിഷൻസ് ആ ദിവസം നിലവിൽ വരും. ഏത് ദിവസം? സെൻട്രൽ ഗവൺമെന്റ് ഒഫീഷ്യൽ ഗസറ്റിൽ എപ്പോഴാണോ പറയുന്നത് അന്ന് നിലവിൽ വരും. അതായത് ഇപ്പൊ രണ്ടാമത്തെ സെക്ഷൻ 30 ഓഗസ്റ്റ് 2013 ഫസ്റ്റ് സെക്ഷൻ ഫോഴ്സിൽ വന്നു. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റ് വീണ്ടും ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യുന്നുണ്ട് ഈ 2 സെക്ഷൻസ്, ഈ 2-3 സെക്ഷൻസ് ഇന്ന് മുതൽ ഫോഴ്സിൽ വരും. അത് ഫോഴ്സിൽ വന്നതിന് ശേഷം നമുക്കത് ഫോളോ ചെയ്യേണ്ടതുള്ളൂ. സോ അതിന് മുമ്പ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. സോ 2 ദിവസം കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു 2-3 സെക്ഷൻസും കൂടെ ആക്കിയിട്ട് ഈ ഒരു 2-3 സെക്ഷൻസ് ഇന്ന് മുതൽ ഫോഴ്സിൽ വരും എന്നുള്ള രീതിയിൽ CG പറയും. അങ്ങനെ CG പറഞ്ഞ ദിവസം മുതലാണ് അത് ഫോഴ്സിൽ വരിക. അതാണ് ഇവിടെ പറയുന്നത്. അതായത് the remaining provisions of this act shall come into force on such date. ആ ഡേറ്റിൽ എപ്പോ? as the central government may by notification appoint, and different dates may be appointed for different provisions of this act. ബാക്കിയുള്ള എല്ലാ പ്രൊവിഷനും ഒറ്റ ദിവസം ആണെന്നില്ല, എല്ലാ വേറെ ഡേറ്റ്സും അപ്പോയിന്റ് ചെയ്യാം. നാളെ ഇപ്പം 30 ഓഗസ്റ്റിന് ഫസ്റ്റ് സെക്ഷൻ, പിന്നെ April 1 സെക്കൻഡ് സെക്ഷൻ,
2nd April 3rd സെക്ഷൻ, അങ്ങനെ ഓരോ പ്രൊവിഷനും ഓരോ ഡേറ്റ്സും അപ്പോയിന്റ് ചെയ്യാം. എല്ലാം കൂടെ ഒരു ദിവസം തന്നെ വരണമെന്നും ഇല്ല. സോ ഇതുകൊണ്ടാണ് സെൻട്രൽ എന്താ പറയുക കമ്പനീസ് ആക്ട് സ്ലോലി ഫോഴ്സിൽ വന്നു എന്ന് നമ്മൾ പറയുന്നത്. ഒറ്റയടിക്ക് ഫോഴ്സിൽ വന്ന ഒരു ആക്ട് അല്ല, അത് സ്ലോലി ആൻഡ് സ്റ്റഡിലി ഫോഴ്സിൽ വന്നിട്ടുള്ള ഒരു ഇതാണ് കമ്പനീസ് ആക്ട്. ഫസ്റ്റ് സെക്ഷൻ എന്തായാലും ഫോഴ്സിൽ വന്നത് 30th ഓഗസ്റ്റിനാണ്. പിന്നെ റിമൈനിങ് പ്രൊവിഷൻസ് CG എപ്പോഴാണോ പറയുന്നത് ആ സമയത്ത് പ്രൊവിഷൻ വരും. ഓക്കെ, സെക്ഷൻ നമ്പർ 4. സെക്ഷൻ നമ്പർ 4 എന്താ? അപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ കമ്പനീസ് ആക്ട് 2013 ആർക്കാണ് അപ്ലൈ ചെയ്യുക, ആരാണ് ഇത് നോക്കേണ്ടത്, ആരാണ് ഇത് ഫോളോ ചെയ്യേണ്ടത്? ലെറ്റ്സ് സീ. സോ 4th one അപ്ലിക്കബിലിറ്റി ആണ് പറയുന്നത്. The provisions of this act shall apply to a company incorporated under this law or any previous company law. Previous company എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് 1956 ഉണ്ട്, അതിന് മുമ്പുള്ളതുണ്ട്, അങ്ങനെ കുറേ കമ്പനി ലോസ് ഉണ്ട് ഇതിന് മുമ്പ്. ചേഞ്ച് വന്നിട്ടാണ് ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 ആണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ ഈ ഒരു കമ്പനീസ് ആക്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യും? ഈ ആക്ടിന്റെ ബേസിസിലോ അല്ലെങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന കമ്പനീസ് ആക്ടിലോ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനിക്ക് ഈ ആക്ട് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ പറയാം. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഇപ്പോൾ എടുക്കാം, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. മുംബൈയിലുള്ളതാണ്, നമുക്കറിയാം, ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്, കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയിലുള്ള ഒരു കമ്പനിയാണ്. സോ ഇത് ഫോം ചെയ്തിട്ടുള്ളത് കമ്പനീസ് ആക്ട് 1956ന്റെ ഇതിലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ആ കമ്പനീസ് ആക്ട് 1956 ആപ്ലിക്കബിൾ ആയിരുന്ന സമയത്ത് അതിന്റെ അണ്ടറിൽ ഫോം ചെയ്ത ഒരു കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇങ്ങനെയുള്ള റിലയൻസ് ഇൻഡസ്ട്രിക്ക് കമ്പനീസ് ആക്ട് ഒരു സെക്ഷൻ നമുക്ക് എടുക്കാം. സെക്ഷൻ ഏതെങ്കിലും ഒരു സെക്ഷൻ ഈ കമ്പനീസ് ആക്ട് 2013 ഒരു സെക്ഷനിൽ പറയുന്നുണ്ട് എല്ലാ കമ്പനിയും നിർബന്ധമായിട്ടും ഇയർലി ഓഡിറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫയൽ ചെയ്തിരിക്കണമെന്ന് ഒരു സെക്ഷൻ ഉണ്ട്. സപ്പോസ് എല്ലാ കമ്പനിയും എവറി കമ്പനി ഹാസ് ടു മാൻഡേറ്ററിലി ഫയൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആനുവലി ഉണ്ടെന്ന് വിചാരിക്കുക. ഉണ്ടാവും, എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ സോ റിലയൻസ് ഇൻഡസ്ട്രീന്റെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രിക്ക് ഈ ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ ആപ്ലിക്കബിൾ ആയിരിക്കുമോ? അതിനുള്ള ആൻസറാണ് ഇവിടെ പറഞ്ഞത്. കാരണം റിലയൻസ് ഇൻഡസ്ട്രി 1956ന്റെ കീഴിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. അപ്പോൾ അവർ അത് തന്നെ ഫോളോ ചെയ്യണോ? ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. മീൻസ് അവർ 1956ന്റെ അണ്ടറിൽ വന്നതല്ലേ, അപ്പോൾ ആ ആക്ടിൽ എന്താണോ പറഞ്ഞിരുന്നത് അത് ഫോളോ ചെയ്താൽ പോരെ, ഈ കമ്പനീസ് ആക്ട് 2013 ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ അവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മുമ്പത്തെ കമ്പനി ലോന്റെ അണ്ടറിൽ ഫോം ചെയ്ത കമ്പനി ആണെങ്കിലും അവർ ഇനി മുതൽ ഈ ഒരു ഇതാണ് ഫോളോ ചെയ്യേണ്ടത്, ഈ കമ്പനീസ് ആക്ട് ആണ് ഫോളോ ചെയ്യേണ്ടത്. സോ റിലയൻസ് ഇൻഡസ്ട്രീസ് അത് ഫോളോ ചെയ്തിരിക്കണം. പിന്നെ വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു പേര് പറയാം, എന്താ? ക്ലിക്ക് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പേര് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രി ഫോം ചെയ്തിട്ടുള്ളത്, ഈ ഒരു കമ്പനി ഫോം ചെയ്തത് കമ്പനീസ് ആക്ട് 2013 അണ്ടറിലാണ്. ഇതിന് ഈ ഒരു സെക്ഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണം എന്നുള്ള ഒരു സെക്ഷൻ ഈ ഒരു കമ്പനിക്ക് അപ്ലിക്കബിൾ ആയിരിക്കും. അഫ്കോഴ്സ് ആയിരിക്കും, ബിക്കോസ് പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഷൽ അപ്ലൈ ടു എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി പ്രീവിയസ് കമ്പനി ലോ. മുമ്പത്തെ കമ്പനിയിലോ ആണെങ്കിലും ഈ കമ്പനീന്റെ മീൻസ് ഈ ഒരു ആക്ടിന്റെ ബേസിസിൽ ഫോം ചെയ്തതാണെങ്കിലും ഈ ആക്ടിന്റെ പ്രൊവിഷൻസ് എല്ലാം അപ്ലിക്കബിൾ ആണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ എടുക്കാം. മൈക്രോസോഫ്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്, അത് നമുക്കറിയാം, അതൊരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്, US ബേസ്ഡ് കമ്പനിയാണ്. അത് ഇന്ത്യയിലായിട്ട് അല്ല, ഇന്ത്യയിൽ അതിൻ്റെ ഒരു സബ്സിഡിയറിയോ ഒരു ബ്രാഞ്ച് ഇന്ത്യ ആയിട്ട് അതിന് ഒരു ബന്ധവുമില്ല. അത് അവരുടെ കൺട്രിയിൽ എന്താണോ ഒരു ആക്ട് ഉള്ളത് അതിന് ഇതനുസരിച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സെക്ഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണം എന്നുള്ള ഈ ഒരു സെക്ഷൻ മൈക്രോസോഫ്റ്റിന് ആപ്ലിക്കബിൾ ആണ്. ഒരിക്കലുമല്ല, ബിക്കോസ് മൈക്രോസോഫ്റ്റ് ഫോം ചെയ്തിട്ടുള്ളത് ഈ ആക്ടിന്റെ ബേസിസിലോ അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന കമ്പനി ലോന്റെ ബേസിസിലോ അല്ല. അത് നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കമ്പനിയാണ്. സോ the provisions of this act will not apply to such companies which is incorporated outside India. ഈ മൈക്രോസോഫ്റ്റിനെ നമ്മൾ പറയുന്നത് a company incorporated outside India ആണെന്നാണ്. സോ ചിലർക്ക് സംശയമുണ്ടോ, ഫോറിൻ കമ്പനി എന്നല്ലേ പറയാൻ? ഫോറിൻ കമ്പനിയും കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യയും സെയിം ആണ്. ഡിഫറൻസ് പറയാം. സോ നമുക്ക് നെക്സ്റ്റ്
എക്സാമ്പിൾ കൂടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതും ക്ലിയർ ആവും. സോ മൈക്രോസോഫ്റ്റിനെ നമ്മൾ പറഞ്ഞു, അതിന് കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ അല്ല. പിന്നെ നാലാമതൊരു കമ്പനി ആമസോൺ ലിമിറ്റഡ് ഞാൻ ചേർത്തത് ആമസോൺ എന്നുള്ളൊരു കമ്പനീൻ്റെ ബേസിസ് എടുക്കാം. ആമസോൺ ഫോം ചെയ്തതും ഇൻകോർപ്പറേറ്റ് ചെയ്തതും യു എസിലാണ് ഫോം ചെയ്തത്. പക്ഷെ ആമസോണിന്റെ ഒരു ബ്രാഞ്ച്, ആമസോണിന്റെ ഒരു കമ്പനി അല്ലെങ്കിൽ അവർ ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്നുണ്ട്. ആമസോൺ ഇപ്പം ഇന്ത്യയിൽ അവർക്ക് ബിസിനസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കമ്പനീസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോറിൻ കമ്പനീസ്. ഫോറിൻ കമ്പനിയും കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യയും സെയിം അല്ല. കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാണ്ട് ഫോറിനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട കമ്പനീസ് ആണ്. ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട കമ്പനീസ് ആണ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ബട്ട് ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടത്, പക്ഷെ അവർക്ക് ഇന്ത്യയിൽ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്. അങ്ങനത്തെ കമ്പനീസ് ആണ് ഫോറിൻ കമ്പനി. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫോറിൻ കമ്പനി ആൻഡ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞു ആമസോണിന്റെ കേസ് എടുത്തു. ആമസോണിന്റെ കേസ് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു ആമസോണിന് എന്താ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്? ആമസോൺ ഒരു ഫോറിൻ കമ്പനിയാണ്, അവർക്കത് ആപ്ലിക്കബിൾ ആണോ? ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് യെസ് ആൻഡ് നോ ബോത്ത് പറയാം. ബിക്കോസ് ആമസോണിന് ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി, എല്ലാ പ്രൊവിഷൻസും ആപ്ലിക്കബിൾ അല്ല. ഫോറിൻ കമ്പനിക്ക് ലിമിറ്റഡ് ചില പ്രൊവിഷൻസ് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. അത് എന്താണെന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഫൈനലിലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് തോന്നുന്നു. സോ അതിപ്പം ഇവിടെ ഇല്ല. സോ ഇപ്പം മനസ്സിലായല്ലോ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതേ ഉള്ളൂ. എ കമ്പനി ഈ ഒരു കമ്പനീസ് ആക്ട് 2013 ബേസിസിലോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കമ്പനി ലോന്റെ ബേസിസിലോ ഫോം ചെയ്തതാണെങ്കിൽ മാത്രമേ ഇതിന്റെ എല്ലാ പ്രൊവിഷൻസും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവും. അതായത് ഇന്ത്യയിൽ ഈ ഒരു ആക്ടിന്റെ ബേസിസിൽ ഫോം ചെയ്ത കമ്പനി ആയിരിക്കണം, അവർക്ക് അപ്ലൈ ചെയ്യും. പിന്നെ ഏതൊക്കെ കമ്പനീസിന് ഈ കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യും? ഒന്ന്, ഇൻഷുറൻസ് കമ്പനീസ്. ഇൻഷുറൻസ് കമ്പനീസ് except in so far as the said provisions are inconsistent with the provisions of Insurance Act 1938 or the Insurance Regulatory and Development Authority Act 1999. എന്താ സംഭവം? ഒന്നുമില്ല. അവർ പറയുന്നത് എന്താ, ഈ പ്രൊവിഷൻസ് ഈ ഒരു ആക്ടിന്റെയോ മുമ്പത്തെ കമ്പനിയിലോ ബേസിസിൽ ഫോം ചെയ്ത കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിക്കും ആപ്ലിക്കബിൾ ആണ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ ഇവർ എക്സെപ്റ്റ് കൊടുത്തിട്ടുള്ള കാര്യം അതെന്താ? എന്താ അവരോട് പറയുന്നത്? എക്സെപ്റ്റ് ഇൻ സോഫാർ, അതായത് ഇൻഷുറൻസ് കമ്പനിക്ക് അപ്ലൈ ചെയ്യും, എക്സെപ്റ്റ് ഇനി പറയാൻ പോലെ അപ്ലൈ ചെയ്യില്ല. ഇൻ സോഫാർ ദ സെറ്റ് പ്രൊവിഷൻസ് ആർ inconsistent with the provisions of Insurance Act 1938. അതായത് ഇപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനി മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്നത് ഇൻഷുറൻസ് ആക്ട് 1938 പിന്നെ IRDA ആക്ട് 1938 എന്താണോ പറയുന്നത് അതാണ് ഇൻഷുറൻസ് കമ്പനി ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കമ്പനീസ് ആക്ടിലുള്ള പ്രൊവിഷൻസും ഇൻഷുറൻസ് കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ്. ഏത് വരെ? അത് രണ്ടും പറയുന്നത് ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ കമ്പനീസ് ആക്ട് ഒരു എക്സാമ്പിൾ എടുത്തു പറയാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പം ഇൻഷുറൻസ് കമ്പനീൻ്റെ ഇൻഷുറൻസ് ആക്ടിൽ പറയുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് 3 ഡയറക്ടർ വേണം. 3 ഡയറക്ടർ ഇൻഷുറൻസ് കമ്പനിക്ക് ആവശ്യമാണെന്ന് അവർ പറയുന്നു. കമ്പനീസ് ആക്ടിൽ പറയുന്നു ഇൻഷുറൻസ് കമ്പനിക്ക് 2 ഡയറക്ടർ മതി. 2 ഡയറക്ടർ മതി എന്ന് കമ്പനീസ് ആക്ട് പറയുന്നു. 3 ഡയറക്ടർ വേണമെന്ന് ഇൻഷുറൻസ് ആക്ട് പറയുന്നു. സോ ഇതിൽ പറയുന്നത് ഇപ്പോൾ കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻസ് ഇൻഷുറൻസ് കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ 2 ഡയറക്ടറാണ് വേണ്ടതെന്നുള്ളതും ഇതിന് ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ പറഞ്ഞിട്ടുള്ളത് 3 ഡയറക്ടർ വേണമെന്നാണ്. സോ ഇതും ഇൻഷുറൻസ് ആക്ടും കമ്പനീസ് ആക്ടും തമ്മിലൊരു ക്ലാഷ് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രിവെയിൽ ചെയ്യുക ഇൻഷുറൻസ് ആക്ടിൽ എന്താണോ പറയുന്നത് അത് മാത്രമാണ്. സോ അതാണ് ഈ ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഷാൽ അപ്ലൈ ടു ഇൻഷുറൻസ് കമ്പനീസ് എക്സെപ്റ്റ് ഈ ഒരു ഇനി പറയുന്ന കേസിൽ അപ്ലൈ ചെയ്യില്ല. അപ്പോൾ ദ സെറ്റ് പ്രൊവിഷൻസ് ആർ ഇൻകൺസിസ്റ്റന്റ്, കോൺഫ്ലിക്റ്റിംഗ്, അല്ലെങ്കിൽ ഇത് രണ്ടും മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊവിഷൻ കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻ അതിന് അപ്ലൈ ചെയ്യില്ല. അതായത് ഒരു ക്ലാഷ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനീസ് ആക്ട് പറയുന്നതല്ല ഇൻഷുറൻസ് ആക്ട് പറയുന്നതാണ് നോക്കേണ്ടത്. അതാണ് ഈ ഒരു എക്സെപ്ഷൻ പറയുന്നത്. പിന്നെ അതേപോലെ ബാങ്കിങ് കമ്പനീസ് ഉണ്ട്. അതേപോലെയാണ് ബാങ്കിങ് കമ്പനീസ് എക്സെപ്റ്റ് ഇൻ സോ ഫാർ ആസ് ദ സെറ്റ് പ്രൊവിഷൻസ് ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. Companies engaged in the generation and supply of electricity except in so far as the said provisions are inconsistent with the Electricity Act 2003. Any other company governed by any special act, അതായത് for the time being in force.
അതിനിപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രിസിറ്റിക്ക് സ്പെഷ്യലായിട്ട് ഇലക്ട്രിസിറ്റി ആക്ട് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനിക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ട് സ്പെഷ്യലായിട്ട് ഇൻഷുറൻസ് ആക്ട് ഉണ്ട്, ബാങ്കിങ് കമ്പനി സ്പെഷ്യലായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ ആക്ട് ആയിട്ട് ബാങ്കിങ് റെഗുലേഷൻ ഉണ്ട്. അതേപോലെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആക്ട് ഫോളോ ചെയ്യുന്ന ഏതൊരു കമ്പനിക്കും ഈ പ്രൊവിഷൻസും അപ്ലിക്കബിൾ ആണ്. എക്സെപ്റ്റ് ഇൻ സോഫാർ ഏതുവരെ അപ്ലിക്കബിൾ ആണ്, ഇവർ തമ്മിൽ കൺസിസ്റ്റന്റ് ആണെങ്കിൽ അപ്ലിക്കബിൾ ആണ്, പക്ഷെ ഇവർ ഇൻകൺസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് അവർക്ക് അപ്ലൈ ചെയ്യില്ല. ആ സ്പെഷ്യൽ ആക്ടിൽ എന്താണ് പറയുന്നത് അതാണ് അപ്ലൈ ചെയ്യുക. സോ അത്രേ ഉള്ളൂ. പിന്നെ വൺ മോർ പോയിന്റ് ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാം, അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ ഈ ഒരു കമ്പനീസ് ആക്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യും, ഈ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി പ്രീവിയസ് കമ്പനിയോ, പിന്നെ ഇൻഷുറൻസ് കമ്പനിക്ക്, ബാങ്കിങ് കമ്പനിക്ക്, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന കമ്പനിക്കും അപ്ലൈ ചെയ്യും. ഏതുവരെ ഈ കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻസ് അതുമായിട്ട് ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യില്ല, ഇൻകൺസിസ്റ്റന്റ് അല്ലാത്തിടത്തോളം അപ്ലൈ ചെയ്യും. എന്തെങ്കിലും ഒരു ക്ലാഷ് വന്നു കഴിഞ്ഞാൽ ആ സ്പെഷ്യൽ ആക്ടിൽ എന്താണോ പറയുന്നത് അതാണ് വരിക. ഇൻഷുറൻസ് കമ്പനി, ബാങ്കിങ് കമ്പനി, പിന്നെ ഏതെങ്കിലും ഇതേപോലെ ഒരു സ്പെഷ്യൽ ആക്ട് ഗവൺ ചെയ്യുന്ന ഏതൊരു കമ്പനി ഉണ്ടെങ്കിലും അതും കൂടെ വരും. പിന്നെ നെക്സ്റ്റ് വരുന്നത് such other body corporate incorporated under any act for the time being in force as the central government may by notification appoint subject to modifications, adaptations and exceptions as may be specified in the notification. So ഒരു ബോഡി കോർപ്പറേറ്റ്, ചില സച്ച് അതർ ബോഡി കോർപ്പറേറ്റ് മാത്രമല്ല ചില ബോഡി കോർപ്പറേറ്റ്സ് എന്നാണ് അവർ പറയുന്നത്. ശരി, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. LLP ഇൻകോർപ്പറേറ്റഡ് അണ്ടർ എനി ആക്ട് ഫോർ ദി ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. ഇപ്പൊ ഫോഴ്സിലുള്ള ഒരു ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള ഒരു ബോഡി കോർപ്പറേറ്റ്. LLP ആക്ട് ഇപ്പൊ ഫോഴ്സിലുണ്ട് അല്ലേ, ഇപ്പൊ ഫോഴ്സിലുള്ള ഒരു ആക്ട് ആണ് LLP. അതിന്റെ അണ്ടറിൽ ഫോം ചെയ്യുന്നതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് കമ്പനീസ്. LLP കമ്പനി അല്ല, LLP ഫോം ചെയ്തത് അതിനനുസരിച്ചിട്ടാണ്. അപ്പം ചില ബോഡി LLPന്റെ നമ്മളിപ്പോൾ എക്സാമ്പിൾ എടുത്തതാണ്. ഏതൊക്കെ ബോഡി കോർപ്പറേറ്റിനാണ് ഈ പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യുക? LLPക്ക് കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻസ് അപ്ലൈ ആവൂ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇതിൽ അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ പാർലമെന്റ് സെൻട്രൽ ഗവൺമെന്റിന് ഒരു പവർ കൊടുത്തിട്ടുണ്ട്. എന്ത് പവർ? സെൻട്രൽ ഗവൺമെന്റിന് തോന്നുമ്പോൾ അവർക്ക് തോന്നുകയാണ് ചില ബോഡി കോർപ്പറേറ്റ്സിന് ഈ ഒരു പ്രൊവിഷൻ, ഇപ്പൊ ഞാൻ എടുത്ത പോലെ സെക്ഷൻ, ഏതെങ്കിലും ഒരു സെക്ഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫയൽ ചെയ്യണം എന്നുള്ളൊരു സെക്ഷൻ, നാളെ ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് തോന്നി LLP ഒരു ബോഡി കോർപ്പറേറ്റ് അല്ലേ, LLPക്ക് ഈ സെക്ഷൻ എന്തുകൊണ്ട് അപ്ലൈ ചെയ്തുകൂടാ, ഈ ഒരു പ്രൊവിഷൻ LLPക്ക് അപ്ലിക്കബിൾ ആക്കാം എന്ന് സെൻട്രൽ ഗവൺമെന്റിന് തോന്നിക്കഴിഞ്ഞാൽ അവരത് ബൈ നോട്ടിഫിക്കേഷൻ, ഒരു നോട്ടിഫിക്കേഷൻ തന്നിട്ട് അവർക്കത് അങ്ങനെ ചെയ്യാം. സബ്ജക്ട് ടു മോഡിഫിക്കേഷൻസ്, അഡാപ്റ്റേഷൻസ് ആൻഡ് എക്സെപ്ഷൻസ് ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ ദി നോട്ടിഫിക്കേഷൻ. അതായത് ആ നോട്ടിഫിക്കേഷനിൽ അവർക്ക് പറയാം കമ്പനീസ് ആക്ടിന്റെ ഇന്ന സെക്ഷൻ ഈ ബോഡി കോർപ്പറേറ്റിന് ഇന്ന് മുതൽ അപ്ലൈ ചെയ്യും എന്ന് അവർക്ക് പറയാം. അതിന് വേണമെങ്കിൽ അവർക്ക് ചേഞ്ചസും വരുത്താം. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ LLPന്റെ കേസിൽ കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ നമ്പർ 3 ഇന്ന് മുതൽ LLPക്ക് അപ്ലിക്കബിൾ ആയിരിക്കും. പക്ഷെ സെക്ഷൻ നമ്പർ 3 സബ്സെക്ഷൻ 2 അപ്ലിക്കബിൾ അല്ലാതെ വേണമെങ്കിൽ അവർക്ക് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ സെക്ഷൻ നമ്പർ 2ക്ക് പകരം വേറെ ഒന്നാണ് അവിടെ വരുന്നത് എന്നുള്ള രീതിയിൽ അവർക്ക് അത് മോഡിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ആ 2 അങ്ങോട്ട് എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. അതായത് ഈ ഒരു പ്രൊവിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് ഒരു ബോഡി കോർപ്പറേറ്റിന്റെ മുകളിൽ സെൻട്രൽ ഗവൺമെന്റിന് അപ്ലൈ ചെയ്യാം ഒരു നോട്ടിഫിക്കേഷനിലൂടെ. അതാണ് പറയുന്നത്. ഓക്കെ, സോ സച്ച് അതർ ബോഡി കോർപ്പറേറ്റ്സ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ എനി ആക്ട് ഫോർ ദി ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. ഇപ്പൊ ഫോഴ്സിലുള്ള ഒരു ആക്ട് ആയിരിക്കണം, മുമ്പ് ഉണ്ടായിരുന്ന ഒരു ആക്ടാണ്, ഇപ്പൊ ആ ആക്ട് ഇപ്പം ഇൻ ഫോഴ്സ് ഇല്ല. അങ്ങനത്തെ ഒരു ഇതിന്റെ കീഴിൽ ഫോം ചെയ്തിട്ടുള്ള ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ നമുക്ക് പറ്റില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രൊവിഷൻസിന് നമുക്ക് അങ്ങനത്തെ ചില ബോഡി കോർപ്പറേറ്റ്സിന്റെ മുകളിൽ സെൻട്രൽ ഗവൺമെന്റിന് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യും. ഓക്കെ, സോ ഈ കമ്പനീസ് ആക്ട് ആർക്കൊക്കെ അപ്ലിക്കബിൾ ആണ്? ഇതിന്റെ അണ്ടറിൽ ഫോം ചെയ്ത കമ്പനിക്ക്, പ്രീവിയസ് കമ്പനി ലോന്റെ അണ്ടറിൽ ഫോം ചെയ്ത കമ്പനിക്ക് അപ്ലിക്കബിൾ ആണ്, ഇൻഷുറൻസ് കമ്പനിക്ക് അപ്ലിക്കബിൾ ആണ് ക്ലാഷ് വന്നിട്ടില്ലെങ്കിൽ, പിന്നെ ബാങ്കിങ് കമ്പനിക്കും അതേപോലെ ക്ലാഷ് വരുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് ആക്ടിൽ ഇലക്ട്രിസിറ്റിന്റെ കമ്പനിയും അതേപോലെ, പിന്നെ അതേപോലത്തെ എന്തെങ്കിലും സ്പെഷ്യൽ കമ്പനി ഇതുപോലത്തെ സ്പെഷ്യൽ ആക്ടിൽ ഫോം ചെയ്തിട്ടുള്ള കമ്പനീസിനും അപ്ലിക്കബിൾ ആണ്. പിന്നെ ഏതെങ്കിലും ചില ബോഡി കോർപ്പറേറ്റ്സ് സെൻട്രൽ ഗവൺമെന്റിന് തോന്നുന്ന പോലെ അവർക്ക് ചില പ്രൊവിഷൻസ് അവർക്ക് അപ്ലിക്കബിൾ ആക്കാം, ചേഞ്ചസ് വരുത്തിയിട്ടോ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ചില ബോഡി കോർപ്പറേറ്റ്സിന്റെ മുകളിൽ സെൻട്രൽ ഗവൺമെന്റിന് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നാളെ അപ്ലിക്കബിലിറ്റി ആക്കാം. ഓക്കെ,
സോ ഈ ബോഡി കോർപ്പറേറ്റിന്റെ ഡെഫിനേഷൻ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ബോഡി കോർപ്പറേറ്റിന് അപ്ലിക്കബിലിറ്റി ആർക്കെങ്കിലും ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ ഒന്നും കൂടെ അടുത്ത ക്ലാസ്സിലോ വരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, കുഴപ്പമില്ല. സോ അതൊന്നുമില്ല, അത് CGക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി കോർപ്പറേറ്റിന്റെ മുകളിലും ഈ കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ചെയ്യാം. അവരൊരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് പറഞ്ഞാൽ മതി, ഇന്ന സെക്ഷൻ ഈ ഒരു കമ്പനിക്കും ഈ ഒരു ബോഡി കോർപ്പറേറ്റിന്റെ മുകളിൽ ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ LLPന്റെ ആണെന്നുണ്ടെങ്കിൽ LLP ഇന്ന് മുതൽ ഈ ഒരു പ്രൊവിഷൻ കൂടി ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിൽ സെൻട്രൽ ഗവൺമെന്റിന് പറയാം. അതാണ് ആ ഒരു ഇത് പറയുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് സെക്ഷൻ 1 ഓഫ് കമ്പനീസ് ആക്ട്. 4 സബ്സെക്ഷൻസ് ആണുള്ളത്, ശ്രദ്ധിച്ചോ. 4 സബ്സെക്ഷൻസ് ആണുള്ളത്. 1, 2, 3, 4. ആദ്യത്തത് ടൈറ്റിൽ പറഞ്ഞു, രണ്ടാമത്തെ എക്സ്റ്റെൻഡ് എവിടെ വരെ ഉണ്ടെന്ന് പറഞ്ഞു, മൂന്നാമത്തത് എപ്പോഴാണ് ഇൻടു ഫോഴ്സ് വരിക എന്നുള്ളതായിരുന്നു, നാലാമത്തത് ഏതൊക്കെ കമ്പനീസിന്റെ മുകളിൽ അല്ലെങ്കിൽ എന്തൊക്കെ മുകളിലാണ് ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ 2 ഓഫ് ദി കമ്പനീസ് ആക്ട് ആണ്. സോ 1 minute. Section 2 of the Companies Act. Section 2 of the Companies Act is a definition section. Definition section ആണ് section 2. Okay? 1 minute. Definition section ആണ് section 2. അതായത് നമ്മൾ കമ്പനീസ് ആക്ടിൽ കുറേ വേർഡ്സ് ഉണ്ടാവും, നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത കുറേ ടേംസ്, കുറേ വേർഡ്സ് കമ്പനീസ് ആക്ടിൽ പല സ്ഥലത്തായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം അമാൽഗമേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു എക്സാമ്പിൾ, അമാൽഗമേഷൻ ഒരു വേർഡ് കമ്പനീസ് ആക്ടിൽ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സെക്ഷൻ 143 144 മറ്റോ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, എന്താണ് അമാൽഗമേഷൻ? അപ്പോൾ നമ്മൾ എന്താക്കും, ഞാൻ പറഞ്ഞു ലോയുടെ ഒരു വേറെ തന്നെ ലാംഗ്വേജ് ആണ്, അവരുടെ ഒരു ഇതെന്ന് പറയുന്നത് വേറെ ഒരു വേർഡ്സ് ആണ്. നമ്മൾ നോർമൽ കോഴ്സിലുള്ള മീനിങ് ആയിരിക്കില്ല ലോ ഓരോ വേർഡ്സിനും കൊടുക്കുന്നത്. സോ ലോക്ക് അതിൻ്റെതായിട്ടുള്ള മീനിങ്സും ഇന്റർപ്രിട്ടേഷൻസും ഡെഫിനീഷൻസും ഉണ്ട്. സോ നമ്മളൊരു അമാൽഗമേഷൻ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കേണ്ടതല്ല. അതിന് സെക്ഷൻ 2 കമ്പനീസ് ആക്ട് തന്നെയുണ്ട് ഡെഫിനേഷൻ സെക്ഷൻ. കമ്പനീസ് ആക്ടിൽ ഉപയോഗിച്ചിട്ടുള്ള വേർഡ്സിന്റെ മീനിങ്സ് അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 2 ഡെഫിനിഷൻ സെക്ഷൻ. They are known as the internal aids to construction and helps in interpretation. നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ അതിലെന്താന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 2. ഓക്കെ, ഈ സെക്ഷൻ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? In this act, unless the context otherwise requires, അതായത് ഈ ഒരു ആക്ടില് unless the context otherwise requires, അതായത് അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ആക്ടില് ഇങ്ങനൊരു വേർഡ് വന്നാൽ ഇതാണ് മീനിങ്, പക്ഷെ അവിടെ തന്നെ അവർ പറയുന്നുണ്ട് ഇതല്ല വേറെ എന്തെങ്കിലും ആണ് മീനിങ് എന്ന് അവർ അവിടെ ആവശ്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും മീനിങ്. നോർമൽ മീനിങ് ഇതാണ്, ജനറൽ മീനിങ് ഈ ഒരു വേർഡിൻ്റെ ഇങ്ങനെയാണ് ലോയില്. ബട്ട് അവരവിടെ എന്താ പറയുക, ഫോർ ദി പർപ്പസ് ഓഫ് ദിസ് ആക്ട് ദിസ് ഈസ് ദിസ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും അതിനുള്ള മീനിങ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോഡി കോർപ്പറേറ്റിന് എടുക്കാം, അല്ല കമ്പനിയിൽ എടുക്കാം. കമ്പനിയിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ഇതിനാണ് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞു. എല്ലാ ബോഡി കോർപ്പറേറ്റ്സിനും കമ്പനീൻ്റെ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ അല്ല, നമ്മൾ പറഞ്ഞിരുന്നു പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ അല്ല. ബട്ട് ഒരു സെക്ഷനിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ അവർ പറയുകയാണ് ഫോർ ദി പർപ്പസ് ഓഫ് ദിസ് സെക്ഷൻ ദ എക്സ്പ്രഷൻ കമ്പനി ഇൻക്ലൂഡ്സ് ബോഡി കോർപ്പറേറ്റ്. അതായത് ഇവിടെ ഈ ഒരു സെക്ഷനിൽ കമ്പനി എന്ന് പറഞ്ഞാൽ ബോഡി കോർപ്പറേറ്റും ഉൾപ്പെടും. സെക്ഷൻ 2 കമ്പനിക്ക് ഒരു ഡെഫിനേഷൻ ഉണ്ട്, ബോഡി കോർപ്പറേറ്റ് വേറൊരു ഡെഫിനേഷൻ ഉണ്ട്. അപ്പം ആ ഒരു സെക്ഷനിൽ അവർ അവിടെ തന്നെ പറയുന്നുണ്ട് കമ്പനി ഇതിന്റെ ഈ ഒരു സെക്ഷന് വേണ്ടി മാത്രം കമ്പനിയിലെ ബോഡി കോർപ്പറേറ്റ് ഉൾപ്പെടുന്നുണ്ട്. സോ അപ്പം ആ ഒരു ഇതാണ് പ്രിവെയിൽ ചെയ്യുക, സെക്ഷൻ 2 പറഞ്ഞ ഡെഫിനേഷൻ അല്ല. അതാണ് അവരോട് ഉദ്ദേശിക്കുന്നത്. അൺലെസ് ദി കോണ്ടെക്സ്റ്റ് അതർവൈസ് റിക്വയർസ്, അവർ അങ്ങനെ ആവശ്യപ്പെടുന്നില്ലെങ്കിൽ ഇതാണ് മീനിങ്, അവർ ആവശ്യപ്പെട്ടാൽ അതായിരിക്കും മീനിങ്. സോ അങ്ങനെയാണ് ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇത് ഒരു എന്താ പറയുക, ഈ സെക്ഷൻ 2 ഈ സെക്ഷൻ 2 എന്ന് പറയുന്ന ഇത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ABC ആ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഓരോ വേർഡ്സിന്റെയും മീനിങ് അല്ലെങ്കിൽ ഡെഫിനേഷൻസ് സെക്ഷൻ 2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട്, എനിക്കൊരു ഡൗട്ട്, നിങ്ങൾക്കൊരു ഡൗട്ട്. സപ്പോസ് ഏതെങ്കിലും ഒരു വാക്കിന്റെ മീനിങ് ഈ സെക്ഷൻ 2 കൊടുത്തിട്ടില്ലെങ്കിലോ? എല്ലാം അവിടെ കൊടുത്തിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ അല്ലേ? ചിലത് നമുക്ക് ഡൗട്ടായി, നമ്മൾ നോക്കി സെക്ഷൻ 2 നോക്കി, സെക്ഷൻ 2 അത് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു പ്രൊവിഷൻ ഉണ്ട്. സെക്ഷൻ 2 clause 95 ഒരു ഇത് പറയുന്നുണ്ട്, വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്
which are used in this act but is not defined in this act. ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഡിഫൈൻ ചെയ്തിട്ടില്ല ഇത് ഈ ആക്ടിൽ. ബട്ട് ഡിഫൈൻഡ് ഇൻ ദി സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956, സെബി ആക്ട് 1992, Depositories Act 1996 shall have the meaning assigned to them in those act. So in short പറയുകയാണെങ്കിൽ ഈ ആക്ടിൽ ഉപയോഗിച്ചിട്ടുള്ള വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻ ഈ ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ പറയപ്പെട്ട ഈ 3 ആക്ടിൽ അതിന് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡെഫിനേഷൻ ആയിരിക്കും, ആ ഒരു മീനിങ് ആയിരിക്കും ആ വേർഡിന് ഉണ്ടാവുക. സോ സെക്ഷൻ 2 നിങ്ങൾക്ക് ഒരു ഡെഫിനേഷൻ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ then you have to go to these 3 acts. ആദ്യം സെക്യൂരിറ്റീസിൽ നോക്കുക, സെബി ആക്ടിൽ നോക്കുക, പിന്നെ ഡെപ്പോസിറ്ററീസ് ആക്ടിൽ നോക്കുക. ഇതിലുള്ള മീനിങ് ആയിരിക്കും അവിടെയും സെയിം ആയിരിക്കും വരിക. സോ വൺ മോർ, സപ്പോസ് അവിടെയും ഇല്ലെങ്കിലും അങ്ങനെയും പറ്റില്ല, എല്ലാ വേർഡ്സും ഇതിൽ ഉണ്ടാവണം എന്നുള്ളത് നെസസറി അല്ല. ചില വേർഡ്സ് ചിലപ്പോൾ സെക്ഷൻ 2 ഇല്ല, ഈ 3 ആക്ടിലും ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തെയും എവിടെ നോക്കും? ഡിക്ഷണറി ഓർ ഗൂഗിൾ. സോ അങ്ങനത്തെ കേസസിൽ അതുപോലെ സെക്ഷൻ 2 ഒരു വേർഡ് ഡിഫൈൻ ചെയ്തിട്ടില്ല, ഈ 3 ആക്ടിലും ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ആക്ട് വരുന്നതാണ് GCA. ഇന്റർമീഡിയറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ്. അതർ ലോസിന്റെ ഒരു പാർട്ടാണ് ജനറൽ ക്ലോസസ് ആക്ട്. ജനറൽ ക്ലോസസ് ആക്ട് ഡെഫിനിഷൻസിനെ തന്നെ നമ്മൾ പറയുന്നുണ്ട്, ക്ലോസസ് എന്നും കൂടെ പറയുന്നുണ്ട്. സോ ജനറൽ ക്ലോസസ് ആക്ട് GCA എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആക്ടിൽ, ഏതൊരു ആക്ടിലാണെങ്കിലും അത് എന്തുകൊണ്ടാണ് ഈ GCA ആക്ട് ഫോം ചെയ്തതെന്ന് വെച്ചാൽ ചില വേർഡ്സിന്റെ മീനിങ് കുറേ ആക്ടിൽ ഒരു സെയിം വേർഡ് കുറേ ആക്ടിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എല്ലാ ആക്ടിലും പോയി ഇതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണെന്ന് പറയുന്നതിന് പകരം അതുപോലെ കോമൺ ആയിട്ട് എല്ലാ ആക്ടിലും യൂസ് ചെയ്യുന്ന വേർഡ്സിനെ എല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അവർ ഫോം ചെയ്തിട്ടുള്ള ഒരു ആക്ട് ആണ് ജനറൽ ക്ലോസസ് ആക്ട്. അതായത് ഏതെങ്കിലും ഒരു ആക്ടിൽ ഈ ഒരു വേർഡ് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ മീനിങ് എന്നുള്ള രീതിയിൽ ഒരു ആക്ട് അവർ ഫോം ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ദ ജനറൽ ക്ലോസസ് ആക്ട്. സോ സെക്ഷൻ 2 നിങ്ങൾക്ക് ഒരു വേർഡ് തപ്പിയിട്ട് കിട്ടിയില്ല, ഡെഫിനിഷൻ കിട്ടിയില്ല, ഈ 3 ആക്ടിലും പോയി നോക്കി നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എവിടെ പോവുക? ജനറൽ ക്ലോസസ് ആക്ടിൽ പോവുക. ജനറൽ ക്ലോസസ് ആക്ടിൽ പോയിട്ട് അവിടെ നോക്കുക, അവിടെ ഉണ്ടാവും. അവിടെയും ഇല്ലെങ്കിൽ ഓക്കെ, അവിടെയും ഇല്ലാന്ന് വിചാരിക്കുക. സപ്പോസ് മീൻസ് നെസസറി അല്ലല്ലോ, അവിടെയും ഉണ്ടാവണം എന്നുള്ളത് നെസസറി അല്ല. അവിടെയും നിങ്ങൾ നോക്കി നിങ്ങൾക്ക് അവിടെയും ഈ വേർഡിന്റെ മീനിങ് കിട്ടില്ല. So the next place where you have to go is case laws. Case laws നോക്കുക. കേസ് ലോസ് മീൻസ് ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഒരു ആക്ടിൽ ഉണ്ടാവണം എന്നുള്ളത് നെസസറി അല്ല. ചില സിറ്റുവേഷൻസ് അറൈസ് ചെയ്യാം, നിയമം ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസും അറൈസ് ചെയ്യാം, ചാൻസസ് ഉണ്ട്. അങ്ങനത്തെ കേസിൽ ജുഡീഷ്യറി അങ്ങനെ ഒരു കേസ് അറൈസ് ചെയ്യുമ്പോൾ ജുഡീഷ്യറി അവർക്ക് അതിനൊരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കും. ആ ഇന്റർപ്രിട്ടേഷൻ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആണെങ്കിൽ പിന്നീടുള്ള കേസസിലും അതായിരിക്കും ഫോളോ ചെയ്യുക. അങ്ങനെ കുറെ കേസ് ലോസ് ഉണ്ടാവും. വൺസ് നിങ്ങൾക്ക് ഇതിന്റെ ഡെഫിനിഷൻ സെക്ഷൻ 2 കിട്ടിയില്ല ഒരു വേർഡിന്റെ, പിന്നെ ഈ 3 ആക്ടിലും നോക്കി അവിടെയും കിട്ടിയില്ല, പിന്നെ ജനറൽ ക്ലോസസ് ആക്ടിൽ നോക്കി അവിടെയും കിട്ടിയില്ലെങ്കിൽ the next place where you have to go is case laws. Okay, so first ഞാൻ പറഞ്ഞു സെക്ഷൻ 2 നോക്കുക. സെക്ഷൻ 2 നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈ 3 ആക്ട്സ് നിങ്ങൾ നോക്കുക. ഈ 3 ആക്ട്സ് നോക്കിയിട്ട് നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ ജനറൽ ക്ലോസസ് ആക്ട് പോവുക. അതിലും നിങ്ങൾക്ക് വേർഡിന്റെ ഡെഫിനിഷൻ കിട്ടിയില്ലെങ്കിൽ you have to look in the case laws. Suppose കേസ് ലോസിലും ഇല്ല ഇതുപോലത്തെ ഇതിന് ഈ ഒരു വേർഡ് എവിടെയും ഇന്റർപ്രറ്റ് ചെയ്തിട്ടുമില്ല, കേസ് ലോസിലും ഇല്ല എന്നുണ്ടെങ്കിൽ then you have to make your own interpretation. നിങ്ങൾ തന്നെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യുക. ഇങ്ങനെയായിരിക്കും, സപ്പോസ് ഇതുപോലെ ആയിരിക്കും ഇതിന്റെ മീനിങ് എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ ഇന്റർപ്രിട്ടേഷൻ ചെയ്യുക. ആൻഡ് വൺസ് അത് ഒരു അക്സെപ്റ്റബിൾ അല്ല, എന്തെങ്കിലും ഒരു ക്ലാഷ് വന്നു കഴിഞ്ഞാൽ things will go to the court and court പറയും നിങ്ങൾ ചെയ്തത് ശരിയല്ല, ഇങ്ങനെയല്ല ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണെന്ന് കോർട്ട് ഡിസൈഡ് ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെന്നുള്ള രീതിയിൽ കോർട്ട് ഡിസൈഡ് ചെയ്യും. ആൻഡ് വൺസ് ദാറ്റ് ഇന്റർപ്രിട്ടേഷൻ will become a case law, right? സോ അതുകൊണ്ട് വീണ്ടും അത് കേസ് ലോ ആയി മാറും. സോ ഈ ഒരു പ്രൊസീജിയർ ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു വേർഡിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഫസ്റ്റ് നിങ്ങൾ സെക്ഷൻ 2 നോക്കുക, പിന്നെ 3 ആക്ട് നോക്കുക. സെക്ഷൻ 2 തന്നെ അവർ പറയുന്ന 3 ആക്ട് നോക്കുക, GCA പോവുക, കേസ് ലോസ് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുക. ഓക്കെ, സോ സെക്ഷൻ 2 ഡെഫിനിഷൻ സെക്ഷൻ ഞാൻ പറഞ്ഞു. ഡെഫിനിഷണൽ സെക്ഷനിൽ കമ്പനീൻ്റെ ഡെഫിനിഷൻ ആദ്യമായിട്ട് നമുക്ക് കമ്പനീൻ്റെ ഡെഫിനിഷൻ നോക്കാം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ഇത്രയും മതി.
സെക്ഷൻ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു ബേസിക്സ് ഐഡിയ ലോ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ആക്ട് എന്താണ്, ലോ എന്താണ്, എങ്ങനെയാണ് പാർലമെന്റിൽ ലോ ഉണ്ടാക്കാനുള്ള പവർ കിട്ടിയത്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സോ എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റിമൈനിങ് ഈ ക്ലാസ്സസ് ഞാൻ സ്ലോലി ആൻഡ് സ്റ്റഡിയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സജഷൻസും ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.